സഹോദരിയുടെ മക്കൾ വിശന്നു മരിക്കാറായപ്പോൾ റൊട്ടി മോഷ്ടിച്ചവൻ അങ്ങനെ തടവിലാക്കപ്പെട്ട് സഹോദരിയുടെ മക്കൾ വിശന്ന് ചാകുമല്ലോ എന്ന് പേടിച്ച് പല പ്രാവശ്യം തടവ് ചാടാൻ ശ്രമിച്ചു. തടവ് അങ്ങനെ 12-13 വർഷം നീണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കാളയ്ക്കൊക്കെ പണ്ട് സീലടിക്കുമായിരുന്നു അല്ലേ, നമ്മളിങ്ങനെ. അതുപോലെ അവിടെ തടവ് പുള്ളികൾക്ക് സീലടിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇയാൾ എവിടെ ചെന്നാലും ഭക്ഷണം കൊടുക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരിടത്ത് വെട്ടം കണ്ടു, അവിടേക്ക് കയറി ചെന്നു. അതൊരു ബിഷപ്പിൻ്റെ അരമനയായിരുന്നു. ബിഷപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ പോലെ ജീൻ വാൽജിനെ അകത്തേക്ക് സ്വീകരിച്ചു. വെള്ളിപ്പാത്രങ്ങളിൽ അത്താഴം വിളമ്പി അദ്ദേഹത്തിന് നല്ലൊരു മുറി ഒരുക്കി കൊടുത്തു. പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. ജീൻ വാൽജൻ ഉറക്കം വന്നില്ല. ജീൻ വാൽജൻ രാത്രിയിൽ എഴുന്നേറ്റ് ഈ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പോലീസ് പിടിച്ചു. പോലീസിന് ഈ പാത്രം കണ്ടപ്പോഴേ മനസ്സിലായി ബിഷപ്പിൻ്റെ അരമനയിലെ പാത്രങ്ങളാണെന്ന്. പുള്ളിയെ ഇവിടെ ഹാജരാക്കി. ബിഷപ്പ് എന്തു പറഞ്ഞു? അയ്യോ സഹോദര, ഈ നിനക്ക് ഞാൻ തന്ന ഈ മെഴുകുതിരിക്കാലുകൾ എന്താ കൊണ്ടുപോകാതിരുന്നത് എന്ന് പറഞ്ഞ് ഒരു വാക്കാണ് പ്രധാനം, സഹോദര എന്ന് പറഞ്ഞു.